ഈ നിതിന്യാസ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന സ്വാഭാവികമായിട്ടും എല്ലാ ഇന്ത്യൻ പൗരനും അതിൻ്റെ ഭാഗമാകണം, അതിനോടൊപ്പം ലോയലായി നിൽക്കുകയും ചെയ്യണം. പക്ഷേ ഇന്നിപ്പോൾ താങ്കൾ പുറത്തിറങ്ങിയതിന് ശേഷം ജയിലിൻ്റെ പുറത്ത് പടക്കം പൊട്ടിക്കാനടക്കം ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? താങ്കളുടെ നിർദ്ദേശം അക്കാര്യത്തിലുണ്ടോ? ഒരിക്കലും യാതൊരു ബന്ധമില്ല എന്ന് ആരൊക്കെയോ വന്ന് ഇന്നലെയും കുറേ പേര് വന്നു എന്ന് അറിഞ്ഞു. ഞാൻ ബോച്ചെ ഫാൻസ് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത്, അവിടെ വന്ന് തിക്കും തിരക്കുണ്ടാക്കിയാൽ ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക, അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല, എല്ലാം ഞാൻ പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ്. പിന്നെ വന്നിട്ടുള്ളത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്കറിയുന്നതല്ല. ഞാൻ രാവിലെ ഇറങ്ങി 2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അപ്പോൾ തന്നെ വണ്ടി കയറിപ്പോയി. 2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഇതാണ്. ഒന്ന്, ഇതാണ് ചോദ്യം, എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല? ഞാൻ പറഞ്ഞു ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത്. എന്തോ ടെക്നിക്കൽ പ്രോബ്ലമാണ് എന്ന് പറഞ്ഞ് കൂടുതൽ എനിക്കറിയില്ല, അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. പിന്നത്തെ ചോദ്യം, ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത്? അതിനു വേണ്ടിയല്ല, അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന 1 കോടി രൂപ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിന്ന് അനുവദിച്ചിട്ടുമുണ്ട്. ലീഗൽ എയ്ഡിന് കുറേ എന്താ പറയുക, ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട്, അതിനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഒരു ഇതുപോലെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഇത് ചെയ്യുകയോ കോടതിയെ ധിക്കരിക്കുകയോ ഒരിക്കലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അങ്ങേയറ്റം ബഹുമാനം മാത്രമാണ് കോടതിയോടുള്ളത്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഒരു അഭിനേത്രിയോട് സംഭാഷണങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതൊരു ഗുരുതരമായ കാര്യം തന്നെയായിട്ടാണ് കോടതി ഇപ്പോഴും വിലയിരുത്തുന്നത്. എൻ്റെ ഫ്രം ദ ഹാർട്ട്, എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്, വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കും. എൻ്റെ വാക്കുകളൊക്കെ വളരെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ജീവിതം ശരിക്കും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ? അതായത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി, ബോച്ചെ എന്ന വ്യക്തി ഒരുപാട് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ വിഷയം വന്നപ്പോഴാണ് അത് ആളുകൾ കൂടുതൽ വിഷയങ്ങൾ ചർച്ചയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ഒഴിവാക്കുമോ? തീർച്ചയായിട്ടും, കാരണം അത് കോടതി പറഞ്ഞു, അപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കും, അതിൻ്റെ മാനിക്കുന്നു ഞാൻ അതിനെ. ജാമ്യം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ 26 പേരെ ഞാൻ അവർക്ക് വെറും 5000-10000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാം. 20-30 ദിവസമായിട്ട് ചെറിയ ചെറിയ കേസുകൾ, ക്രിമിനൽ വലിയ കേസുകൾ ഇപ്പം നമ്മൾ അത് ഇടപെടാൻ പറ്റുന്നതല്ല. ആദ്യമായിട്ട് വരുന്നതും അങ്ങനത്തെ കേസുകൾ ഒരുപാട് പേര് എന്നെ കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഒരാൾക്ക് എടുക്കുന്നുണ്ട്. ആൾ എന്തോ ഇതുപോലെ തന്നെ എന്തോ കമൻ്റ് ഇട്ടിട്ടുള്ളതാണ്, ഒരു ഇതിൽ കമൻ്റ് ഇട്ടിട്ട് എന്തോ മോശമായ ആണ്. ആ ആൾക്ക് ജാമ്യം കിട്ടി, പക്ഷേ ജാമ്യത്തിന് ആളില്ലാതെ, പൈസ ഇല്ലാതെ, 6000 രൂപ ഇല്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുക. അപ്പോൾ അങ്ങനെ കുറേ പേര് എന്നപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം പറ്റുന്ന സഹായം ചെയ്യാം എന്നുള്ളത് അത് അറിയുന്നവർക്കറിയാം. ഇവിടെ മാത്രമല്ല, നമ്മൾ പല മേഖലകളിലും ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇതും ഉദ്ദേശിച്ചു അർഹിക്കുന്നതാണെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും കോടതിനെയൊക്കെ ധിക്കരിക്കാൻ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊമോഷന് വേണ്ടിയാണ്. അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതിന് തന്നെയാണ് വിളിച്ചിട്ട്, ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് വിട്ടിട്ട് വേറൊരു ഉദ്ദേശങ്ങളും ഒന്നും തന്നെ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഒരറിവും എനിക്കില്ല. അങ്ങനെയുള്ള അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. ഇത് കോടതിയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല. വന്നോ? ഇല്ല, ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ
ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അതിനൊന്നും ബാധിച്ചിട്ടില്ല. നമ്മുടെ കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട്, ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്.